ഇന്നും ബിരിയാണിയോ? അതെ, ഇന്നും ബിരിയാണിയാണ്. പക്ഷെ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അതേ ഇതാണ് ഐറ്റം, മുട്ട. ഒരേ ഐറ്റം ആണെങ്കിലും നമ്മൾ സംഭവം ചിക്കൻ ഇട്ടാൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ഇട്ടാൽ മട്ടൻ ബിരിയാണി, വെജിറ്റബിൾ ഇട്ടാൽ വെജിറ്റബിൾ ബിരിയാണി, മുട്ട ഇട്ടാൽ അത് മുട്ട ബിരിയാണി. എന്തുവാ പറയുമല്ലോ, എന്താ പഴയ വീഞ്ഞാണെങ്കിൽ കുപ്പി മാറ്റിക്കൊണ്ടിരിക്കണമെന്ന്, അതാണ് അവസ്ഥ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങോട്ട് പറ്റിക്കുക. അപ്പം മുട്ട ബിരിയാണി ആണെങ്കിൽ പോലും എൻ്റെ മോന് തൈര് മസ്റ്റാണ്. അപ്പം നേരെ ആശാന് തൈരൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ പിള്ളേർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ചും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്ത്, ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അവനും ഭയങ്കര സന്തോഷമാണ്, എനിക്കും അതിനേക്കാൾ സന്തോഷമാണ്. പിന്നെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. ലഞ്ച് പാക്ക് ചെയ്ത് വന്നപ്പോൾ പെട്ടെന്നൊരു സംശയം, ലഞ്ച് ബോക്സ് അങ്ങനെ മാറിപ്പോയത് വേറെ ആരെങ്കിലും ആണോ എന്ന്. പിന്നെ മനസ്സിലായത് അവൻ്റെ തന്നെയാണ്. അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു, സംഭവമൊക്കെ എടുത്ത് വെച്ചിട്ട് അവനും ഫുഡൊക്കെ കൊടുത്തു. അവനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ട് എൻ്റെ മോൻ ഇങ്ങനെ കോരി തിന്നാനാണ് ഇഷ്ടം. അപ്പം അവനെ ബസ്സൊക്കെ കയറ്റി വിട്ട് വന്നിട്ട് കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അടുക്കള സ്ലാപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട്, പിന്നെന്താ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തെന്ന് പറയും പോലെ ഒരു സ്ഥലത്തോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അരങ്ങത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിലോട്ടാണ്. ഞാൻ സീരിയസ് ആയി ഇവരൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇനി മുതൽ എൻ്റെ പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഹാപ്പി കേരളം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. പലയിടത്തും ഇത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. നമ്മളെ പഞ്ചായത്തിൽ ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം, പിന്നെ കുടുംബത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. പിന്നെ കുറച്ച് ഗെയിം സെഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ CDSമാരൊക്കെ പോയതിന് ശേഷം പൂക്കളും മിഠായിയും പിന്നെ ബുക്ക്, പേന ഇതൊക്കെ കൊടുത്ത് നമ്മൾ മെമ്പർമാരെ വന്നിട്ടുള്ള അതിഥികളെയൊക്കെ സ്വീകരിച്ച് കൊണ്ടിരുത്തുക. അതിനുശേഷം പ്രസിഡൻറ്റ് വന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഗെയിം സെഷനായിരുന്നു. ഗെയിം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നമുക്കവിടെ ഒരു അഭിപ്രായം ഇത് തന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവരും എഴുതിയത് അടുത്ത വർഷം ഇത്തിക്കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഗെയിംസൊക്കെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെയാണ് എഴുതിയത്. അപ്പം ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രീ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക്, അതായത് നാളെ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും, സന്തോഷമാക്കാൻ പറ്റും എന്നുള്ളത് എഴുതണമായിരുന്നു. അങ്ങനെ ആ ട്രീ ഒക്കെ ഫുള്ളാക്കി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ